ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെയർ ടോണറാണ് തയ്യാറാക്കുന്നത്. അമിതമായിട്ടുള്ള ചൂട് കൊണ്ടും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കരിഞ്ജീരകം. കരിഞ്ജീരകം ഓയിലും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് അത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റിയിട്ട് നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കും. കരിഞ്ജീരകം ഓയിൽ യൂസ് ചെയ്താൽ കിട്ടുന്ന അതേ സെയിം റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ ഓയിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തവർ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹെയർ ടോണർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 സ്പൂൺ തന്നെ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഉലുവയാണ്. ഇന്നത്തെ അമിതമായിട്ടുള്ള ചൂട് കാരണം നമ്മുടെ സ്കാൽപ്പ് എല്ലാം ഡ്രൈ ആയിട്ട് അത് മുടി കൊഴിച്ചിലിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിനും അതേപോലെ മുടിക്കൊക്കെ നല്ല തണുപ്പ് കിട്ടാനായിട്ട് ഈ ഉലുവ വളരെ നല്ലതാണ്. നമുക്ക് കരിഞ്ജീരകം മാത്രമായിട്ടും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഉലുവ മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമിതമായിട്ടുള്ള ചൂട് കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഉലുവ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു റെമഡി ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോടും ഇത് ഷെയർ ചെയ്യുന്നത്. മുടിക്കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ഹെയർ ടോണർ ദിവസവും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമുക്ക് ഏതൊരു ഹെയർ പാക്കിലും ഹെയർ ടോണറിലും ചേർക്കാവുന്നതാണ്. മുടി വളരാൻ മാത്രമല്ല, നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഈ കറിവേപ്പില വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കരിഞ്ജീരകം ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്യണം. അതായത് ഓയിൽ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ അതിനുശേഷമോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ തല കഴുകുന്നതിന് മുൻപായിട്ട് ഏകദേശം 1 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഈ ഹെയർ ടോണർ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തല കഴുകാവുന്നതാണ്. അങ്ങനെ 2-3 ദിവസം ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി നീളം വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ മുടികൾ വളർന്നു വരുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുടി വളരാനും മുടിക്ക് നല്ല നീളം വയ്ക്കാനും സഹായിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഒന്ന് റോസ്മേരി ലീവ്സും പിന്നെ കരിഞ്ജീരകവും. ഈ 2 ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ടോണറിലോ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഓയിലിലോ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അതേപോലെ പല ആളുകൾക്കും ഹെയർ ടോണറോ അല്ലെങ്കിൽ ഹെയർ സിറമോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തലനീരിറക്കം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ 15 മിനിറ്റ് നേരം നമ്മുടെ തലയിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് തല കഴുകാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 5-6 മിനിറ്റ് നേരം ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ സ്കാൽപ്പിലാണ് കൂടുതലും ഇത് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഇത് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 2 ദിവസമൊക്കെ പുറത്ത് വെച്ച് ഉപയോഗിക്കാം. പിന്നീട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ 2-3 ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചെറിയ മുടികൾ വളരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രയ്ക്കും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോണറാണിത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.